I found another life lesson from Khadija. ചിലപ്പോൾ ചില കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണാൻ നമുക്ക് പറ്റാറില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായേനെ. പക്ഷെ മറുവശം ചിന്തിച്ചാൽ അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഭാവിയിൽ സംഭവിക്കുന്നത് നല്ലതാണെങ്കിൽ ചിലപ്പോൾ അത് ഓർത്ത് നമ്മൾ അലസരായേക്കാം. ഇനി സംഭവിക്കുന്നത് മോശം കാര്യമാണെങ്കിൽ അതിനെ നേരിടാനുള്ള പ്രയാസത്തിൽ നീറി നീറി ജീവിക്കും. ജീവിതം ഇത്രയെങ്കിലും ഭംഗിയായി മനോഹരമായി തോന്നാൻ കാരണം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കണ്ണിന് മുമ്പിലെ കാഴ്ചകൾക്ക് പോലും നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാകാം. ചിലപ്പോൾ അതിൻ്റെ കൃത്യത നമുക്ക് അളക്കാൻ പറ്റാത്തത് കൊണ്ടാകാം. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ അതിൻ്റെ ബിഗിനിങ്ങും മിഡ്വേഷനും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ സംഹൗ ഇറ്റ് എൻഡഡ് പിന്നെ ബാഡ് വേ. അപ്പോൾ അത് ഇങ്ങനെ ട്രാജഡി ആകുമായിരുന്നെങ്കിൽ ഞാനത് സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ അത് എന്ത് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആയിരുന്നു. ഈവൻ ദോ ദി ക്ലൈമാക്സ് വാസ് എ ബിറ്റ് ട്രാജിക്, ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സ് ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്തിൽ എത്ര മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലേ ഞാൻ ചിന്തിക്കുന്നത്. അത് തിരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തിരുത്തിയേനെ എന്നൊക്കെ നമ്മൾ ഇപ്പം ചിലപ്പോൾ പറയും. പക്ഷേ അങ്ങനെ ഒരു ചാപ്റ്റർ എൻ്റെ ലൈഫിൽ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു പക്ഷേ. അപ്പോൾ അത് സംഭവിച്ചത് എന്തായാലും നല്ലതിന് തന്നെയാണ്. ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഫോർ എ റീസൺ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.